ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. കമ്പനിയിൽ ജിമ്മിൽ നിന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞും നേരെ വീട്ടിലെത്തി നമ്മുടെ കയ്യിലുള്ള കുഞ്ഞൻ ടെറാറിയത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നേരെ കിടന്ന് ഉറങ്ങാനായിട്ട് പോയി. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നല്ലോ. ഇന്ന് വൈകുന്നേരം പള്ളിയിൽ പോകുന്നോട്ടോ തീരുമാനിച്ച്. അതുകൊണ്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം 4:30 ആയപ്പോൾ തന്നെ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. പോകുന്നതിന് മുന്നേ നാട്ടിൽ കുറച്ച് കാലം മുന്നേ ഫേമസ് ആയ മറ്റേ റമ്മിലൊക്കെ ഇട്ട് വെച്ച് കേക്ക് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ പള്ളിയിൽ പോയി. അങ്ങനെ കുർബാനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് കേക്ക് ഇവൾക്ക് കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു. അങ്ങനെ ആ കേക്കൊക്കെ അവൾക്ക് കൊടുത്ത് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമുക്ക് പെട്ടെന്നൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ബൈക്ക് എടുക്കാനായിട്ട് തിരിച്ചു വന്നപ്പം ബൈക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ ബൈക്കിൻ്റെ അതേ കളറുള്ള വേറെ 2 ബൈക്ക്. അപ്പോൾ പോയത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂരിൽ 4G സിമ്മിൻ്റെ കാലാവധിയൊക്കെ കഴിയാറായിട്ടോ. അപ്പോൾ 5Gയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. അങ്ങനെ അവിടെ നീന്തിയും എടുത്ത സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുതിയ സിമ്മെല്ലാം ആക്ടിവേറ്റ് ആയിട്ടോ. അങ്ങനെ സിമ്മൊക്കെ ഇട്ട് ഫോൺ ഏതായാലും സെറ്റായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടന്നു വരുമ്പോഴാട്ടും റോഡ് സൈഡിൽ ആദ്യമായിട്ട് കരിമീൻ ജ്യൂസിൻ്റെ വെൻഡിങ് മെഷീൻ കാണുന്നത്. ഓറഞ്ചിൻ്റെയും പിന്നെ ചില മറ്റ് ഫ്രൂട്ട്സുകളുടെയും പിന്നെ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടെങ്കിലും കരിമീൻ ജ്യൂസ് ഉണ്ടാക്കുന്ന വെൻഡിങ് മെഷീൻ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആ മെഷീൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സോഫ്റ്റ്വെയർ ക്ലോസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ആ മെഷീൻ്റെ സോഫ്റ്റ്വെയറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളുടേതായ രീതിക്ക് ശരിയാക്കിയിട്ടാട്ടോ ഞങ്ങൾക്ക് ഈ കരിമീൻ ജ്യൂസ് കിട്ടിയത്. എന്തായാലും ഉണ്ടാക്കി വന്ന പ്രോസസ്സ് കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഭംഗിയേക്കാൾ കൂടുതലും ഇത് കുടിച്ചു കഴിഞ്ഞപ്പം നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു ഞാൻ 2 പേരും ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് സിംഗപ്പൂരിൽ അടുത്ത കാലത്തായിട്ട് ഹൈ പ്രോട്ടീൻ ലോ കലോറി എന്ന പേരിൽ എക്സോ ബ്രാൻഡിൻ്റെ ഒരു ഐസ്ക്രീം ഇറങ്ങിയിട്ടുണ്ട്. ഇത് അന്വേഷിച്ച് ഒരു 4-5 കടയിൽ കയറി അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ സ്ഥിരം പോകാറുള്ള കടയിൽ നിന്ന് സാധനം ഒപ്പിച്ചെടുത്തു. ഞാൻ മാംഗോ ഫ്ലേവറോട്ടോ മേടിച്ചേ. എളുപ്പത്തിന് ഐസ്ക്രീം എന്ന് പറഞ്ഞാണെങ്കിലും ഇത് ശരിക്കൊരു ജലാറ്റോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.